പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തുകൃഷ്ണന്റെ ജാമ്യാപേക്ഷ തള്ളി മൂവാറ്റുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. അനന്തു പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ജാമ്യം നൽകിയാൽ പ്രതി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കേസ് നിലനിൽക്കുന്നതിനാൽ ജാമ്യം അനുവദിക്കാനാവില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ വഞ്ചന കുറ്റം നടന്നിട്ടില്ല എന്ന് വാദിച്ച് ജാമ്യം നേടാനായിരുന്നു പ്രതിഭാഗത്തിന്റെ ശ്രമം. പോലീസ് പറയുന്നത് പോലെ അനന്തു കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും അനന്തുവിന്റെ സ്ഥാപനങ്ങൾ നിയമപരമായാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. എന്നാൽ നടന്നത് വലിയ തട്ടിപ്പാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ കേസിൽ പങ്കുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ജാമ്യം അനുവദിച്ചാൽ പ്രതി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കോടതിയുടെ നിരീക്ഷണം. തട്ടിപ്പിലൂടെ ലഭിച്ച പണം ആദ്യം ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഉപയോഗിച്ചെന്നും പിന്നീട് ഭൂസ്വത്തുക്കൾ വാങ്ങിയെന്നും അനന്തു പോലീസിന് മൊഴി നൽകി. എറണാകുളത്തെയും ഇടുക്കിയിലെയും രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്നും അനന്തു പറയുന്നു. സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ആനന്ദകുമാറിന്റെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്ന സംശയത്തിലാണ് പോലീസ്. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് അനന്തു പണം കൈമാറിയതിലും സംശയമുണ്ട്. നിയമോപദേശം നടത്തിയതിന് ഇത്രയും തുക നൽകിയത് എന്തിനെന്ന ചോദ്യമാണ് പോലീസിനുള്ളത്. അതേസമയം കേസിന്റെ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു തുടങ്ങി. ഓരോ കേസും പ്രത്യേകം അന്വേഷിക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി.